എടി ആലോചിച്ചിട്ടാണെങ്കിലേ തലയിലൊന്നും തെളിയണില്ല. എന്തപ്പ ചെയ്യാ? അതൊക്കെ ഉണ്ടെടി, ഞാനൊരു മനസ്സിൽ കണ്ടിട്ടുണ്ട് ഒരു പദ്ധതി. ഇന്ന് എന്താന്ന് വെച്ചാൽ വേഗം പാടടി പെണ്ണേ. അതൊക്കെ ഉണ്ടെടി, വാ ഓലി പാട്ടൊക്കെ പാടി ആടി തിമ്മത്ത് സന്തോഷിച്ചിട്ട് വരട്ടെന്ന്. അപ്പക്കിനി ഓൽക്കൊരു അടിപൊളി പണി നമുക്ക് കൊടുക്കണ്ടേ. ഇന്ന് വേഗം വാ, ഇന്ന് നടക്കടി, വേഗം വാ. ഒരു കോട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ. പാട് തന്നെ പാട്. കരയല്ലേ കൽവിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. ഇനി മതി മതി പെണ്ണുങ്ങൾ നിർത്ത്. അത് ശരി, ഇന്ന് ഞങ്ങൾ പാട്ട് കളിക്കും ഡാൻസ് കളിക്കും, അതൊക്കെ ഞങ്ങളുടെ അവകാശമാണ്. അല്ലേ ചേച്ചി? അതെ അതെ, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങളെ പാട്ടുകളും കണ്ടിട്ടേ ഇവിടെ ഇരിക്കാൻ ആളുകളൊക്കെ എണീറ്റ് പോവരുതല്ലോ. അതെ അതെ, ഉമ്മച്ചിനെ വിളിച്ചേണ്ടേരോന്നൊരു സംശയം. എന്റെ പഠിച്ചോനെ, ആരെ വേണമെങ്കിലും വിളിച്ചോ, ഉമ്മച്ചിനെ മാത്രം വിളിക്കണ്ട അമിത. അതെ അതെ, പാതാതനെ മാത്രം വിളിക്കണ്ട അമിത, വേറെ ആരെ വേണമെങ്കിലും വിളിച്ചോ. അമ്മി, ഇത് ഇപ്പോഴൊന്നും നിക്കണ ലക്ഷണം കേട്ടോ. മനസ്സിലാക്കണോ, നമ്മൾ ശരിക്കും പെട്ടുക്കണോ. അടുത്തത് കണ്ടുപിടിച്ചിക്കണോ?
കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്, വിലയൊക്കെ ഉണ്ട് തോന്നുന്നു. ആ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും കുട്ടിക്ക് അവിടെ പോയാലേ അവിടെ സുഖായ മതി. അതെ അതെ, അത്രയുള്ള വേണ്ടത്. മൃദുവൊക്കെ അവിടെ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ടെന്തിനാ ഇതിനേക്കാൾ വില കൂടിയ ഡ്രസ്സാവും മൃദു എടുത്തിട്ടുണ്ടാവുക. അതിന്റെ പൊങ്ങച്ചം കേൾക്കാനാണോ? അതല്ലടി അമ്മി, എന്നാലും നമുക്ക് ഇതൊക്കെ ഒരു സന്തോഷല്ലേ. ഓളിപ്പോ വരും പാത്തു, എന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഷൂ, ഇവര് ഇവിടെ തന്നെ സംസാരിച്ചോണ്ട് നിൽക്കാണല്ലോ, അവിടുന്ന് പോണില്ലല്ലോ. ആ അവര് പോകുമ്പോക്കിനി ഒരു സാധനം എടുത്തു കൊണ്ടുവരാണ്ട്, ഞാനത് എടുത്തിട്ട് വരട്ടെ. ഈ ഞാനൊറ്റക്കൊന്നും ഇവിടെ നിൽക്കൂല, ഞാനും നിന്റെ കൂടെ വരാം. എടി പെണ്ണെ, നീ ഇവിടെ ആള് പോണോ നോക്കി നിൽക്ക്. ആള് പോണോ നോക്കി നിന്നിട്ട് എന്താ കാര്യം? എന്ത് ചെയ്യുന്നതിന് നീ വരണം, എന്നിട്ടല്ലേ കാര്യം നടക്കുള്ളൂ. നീ നടക്ക്, നമുക്ക് രണ്ടുപേർക്കൊപ്പം പോകാം. എന്നാ വാ വേഗം. ആ വന്നല്ലോ, നീ തേടി ആള്. ആഹാ, രണ്ടുപേരും ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നോ? അത് പിന്നെ ഞാനേ രമയ്ക്ക് കല്യാണപ്പെണ്ണിന്റെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നേ. നോക്ക് മൃദു, ഇതൊന്ന് നോക്കിക്കേ മൃദു. ഇതിന് 25,000 രൂപയാത്ര വില. ഒരു കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയായിരുന്നു, എന്തിനാ ഇത്രയും തോനെ പൈസ ഒക്കെ കൊടുത്തിട്ട് വാങ്ങണേന്ന്. 25,000മോ? ആണ്, അത്ര വില കൂടിയ ഡ്രസ് ഒന്നും എടുക്കണ്ടെന്ന് ഞാൻ ഓരോട് പറഞ്ഞതാണ്. സുക്കുവന്നപ്പ നമുക്ക് അറിയുന്ന കുട്ടി തന്നെയല്ലേ, ഓരോട് പറഞ്ഞതാണ് വെറുതെ പൈസ പൊടിച്ച് കളയണ്ടാന്ന്. നിങ്ങൾക്ക് ഇതൊക്കെ ഇത്ര അധികമായി തോന്നുന്നതേ നിങ്ങൾക്ക് വില കൂടിയ ഡ്രസ് ഒന്നും ഇട്ട് ശീലമില്ലാത്തോണ്ടാ. എന്താ മൃദു, ഒരു വീട്ടിൽ വന്നാ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്ക? പിന്നെ നിങ്ങളുടെ വർത്താനം കേട്ടാ തോന്നും ആരും ഇതുവരെ 25,000 രൂപയുടെ ഡ്രസ് ഒന്നും ഇട്ടിട്ടില്ലാന്ന്. ഇപ്പൊ നോക്ക്. എന്ത് നോക്കാൻ? നോക്ക്, ഞാനിപ്പോ ഇട്ട് വന്ന സാരി കണ്ടോ, അതിനെ കാണും 26,000 രൂപ. 26,000? അന്റെ കെട്ടിയതൊരു കഷ്ടപ്പാടേ. അനക്ക് മാസം മാസം സാരി എടുക്കാനാണല്ലോ ഓ തെണ്ടിച്ചത് മുഴുവൻ ഉണ്ടാവുള്ളൂ. പിന്നെപ്പോ ഒരു കല്യാണപ്പെണ്ണിന്റെ ഡ്രസ് ആകുമ്പോ അത്ര വില മതിയോ? അതിനേക്കാൾ വേണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതിപ്പോ മൃദു, എല്ലാവരുടെ കയ്യിലും അത്ര കാശ് ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടിട്ടാവും ഇപ്പൊ ഇതൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ടാവുക. ഇങ്ങോട്ട് നോക്ക്, എന്റെ കയ്യിലെ സാരി. ഇതിന് എത്രയാ വില എന്ന് നിങ്ങൾക്കറിയോ? ഇല്ല, എത്രയാണ്? ഞങ്ങൾക്കൊന്നും അറിയണ്ട മൃദു, ഞങ്ങൾ അതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? ഞങ്ങൾക്ക് അത്ര വില കൂടിയ ഡ്രസ് ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഇങ്ങനെ സാധാരണ രീതിയിലൊക്കെ ജീവിച്ചു പോയാ മതി. ഹാ രമേ, നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിനക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ലാന്ന്. ഇതാ ഈ സാരി തന്നെ നോക്ക്, എന്റെ കയ്യിലുള്ളത്. ഇതിന്റെ വില എത്രയാണെന്നറിയോ? ഇതിന് 50,000 രൂപയാ. 50,000. 50,000? ഇതൊക്കെ എന്ത് സാരിയാ മൃദു? എന്തിനാ ഇത്രയൊക്കെ വില കൊടുത്ത സാരി? രമേ, നിന്നെ പോലെ 500 രൂപയുടെ സാരി എടുത്തിട്ടൊന്നും ഫംഗ്ഷനൊന്നും പോകാനേ എന്നെ കിട്ടത്തില്ല. എനിക്ക് ഇങ്ങനെ വില കൂടിയ സാരി എടുത്ത് പോയാൽ തന്നെയുള്ളൂ പറ്റുള്ളൂ. ഓ, എനിക്ക് 500 മതിയടി മൃദു. നോക്കിക്കോ, കല്യാണ പെണ്ണിന്റെ സാരിയേക്കാളും തിളങ്ങും എന്റെ സാരി നാളെ. പാത്തു, എന്തിനാ ഇത്രയൊക്കെ വില കൂടിയ ഡ്രസ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. രമേ, സാരില്ല രമേ, അവളെ എത്രയെങ്കിലും വില കൊടുത്ത് സാരി എടുക്കട്ടെ, നമുക്ക് എന്താപ്പോ. എന്നാലേ നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനേ അപ്പുറത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ. ആഹാ, കല്യാണ പെണ്ണിന്റെ ഡ്രസ്സിന്റെ അതേപോലത്തെ കളറാണല്ലോ മൃദു നിന്റെ സാരിയും. നിങ്ങൾ രണ്ടുപേരും മാച്ച് ആവുമല്ലോ അപ്പൊ നാളെ. ആഹാ, അതെങ്ങനെ അറിയാതെ ഒത്തു വന്നല്ലോ. ആ, അതുകൊണ്ട് നിനക്കും കല്യാണ പെണ്ണിന്റെ പോലെ തിളങ്ങാലോ. അതല്ലെങ്കിലും തിളങ്ങാതിരിക്കോ ചേച്ചി? എനിക്ക് ദൈവം ഇത്തിരി കൂടുതൽ സൗന്ദര്യം തന്നതല്ലേ. ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും നല്ല ഭംഗിയുണ്ടെന്ന് രമ തന്നെയല്ലേ പറയാറ്. ആ, ഇതിപ്പോ തൽക്കാലം അവിടെ കിടക്കട്ടെ. എന്തായാലും ബ്യൂട്ടീഷ്യനൊക്കെ വരില്ലേ കല്യാണ പെണ്ണിനെ ഒരുക്കാന്, അപ്പൊ എനിക്കൊന്ന് നന്നായി ഒരുങ്ങണം. ഇപ്പോഴും 16 അവളുടെ വിചാരം. രമി, നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല മൃദു, ഞാനൊന്നും പറഞ്ഞില്ല. നല്ല സാരിയുടെ കളറെന്നാ ഞാൻ പറഞ്ഞത്. ഇതിട്ടാലേ മൃദുവിന് നന്നായി ചേരും. ആ, അത് ഏട്ടനും പറഞ്ഞു എനിക്ക് നന്നായി ചേരുമെന്ന്. പിന്നെ ഞാൻ നല്ല സൗന്ദര്യമുള്ളോണ്ടേ എനിക്ക് ഏത് ഡ്രസ് ഇട്ടാലും നല്ല ഭംഗിയാവുന്ന്. എടി, നിന്റെ മമ്മി അതാ അവിടെ വന്നിരിക്കണോ. ഇപ്പഴേ ആള് കൂടി ഒരു പദ്ധതി നടക്കൂല. മമ്മി, ആ രേമാന്റിനെയും കൂട്ടിട്ട് ഒന്ന് അവിടുന്ന് പോ. ഞങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിയും. മൃദു, നടക്ക്, നമുക്ക് പുറത്തേക്ക് പോകാം. ഇവിടെ ഇരുന്നാലേ ആരും കാണാൻ പറ്റത്തില്ല. അവിടെ പോട്ടെ എല്ലാവർക്കും ഒന്ന് കാണാലോ.